ഹായ്, ഞാൻ ജയശങ്കർ. ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ്. നമ്മൾ നിൽക്കുന്നത് റീബോൺ ജിമ്മിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് മൊബിലിറ്റി എക്സസൈസിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വാമപ്പാണ്. നമ്മൾ അതുവഴി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ജോഫിനാണ്. ജോഫിനെ പറ്റി ജോഫിൻ പറയുന്നതായിരിക്കും. ഹായ്, എൻ്റെ പേര് ജോഫിൻ. ഞാൻ +1 പഠിക്കുന്നു. പാസ്റ്റ് 1 ഇയറായിട്ട് ഈ റീബോൺ ജിമ്മിൽ വർക്കൗട്ടും അതിന് കൂടാതെ ട്രെയിനറും കൂടെയാണ്. ഫിറ്റ്നസ് എന്ന പാഷൻ അല്ലാതെ ഞാൻ ഒരു കരാട്ടെ ചാമ്പ്യനും കൂടെയാണ്. 2 times നാഷണൽ ചാമ്പ്യനും കൂടെയാണ്. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വാമപ്പിനെ പറ്റിയാണ്. ഓക്കെ, വാമപ്പ് എന്ന് പറയുന്നത് ചുമ്മാ പുഷപ്പോ പുള്ളപ്പോ ഒക്കെ എടുക്കുന്നതല്ല. നമ്മൾ ഏത് വർക്കൗട്ടാണോ ചെയ്യുന്നത് ആ വർക്കൗട്ട് ബേസ് ചെയ്തിരിക്കും നമ്മളെ വാമപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിന്ന് ചെസ്റ്റ് എക്സസൈസ് കാണിക്കാം. അപ്പോൾ ചെസ്റ്റിന് വേണ്ടി ഉള്ള വാമപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കാം. നിങ്ങളിപ്പോൾ കണ്ടതാണ് ചെസ്റ്റിനുള്ള വാമപ്പ്. നിങ്ങൾക്ക് തോന്നും ഇത് വർക്കൗട്ട് അല്ലേ എന്ന്. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെസ്റ്റിന് വേണ്ടിയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം ആ മസിൽസിന് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ചെറിയ വെയിറ്റിൽ നമ്മളൊരു 6 അല്ലെങ്കിൽ 8 റെപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ വാമപ്പ്. ആ വാമപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വൽ വർക്കൗട്ട് ചെയ്യുന്നത്, അതായത് വർക്കിംഗ് സെറ്റ്. വർക്കിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫെയിലിയർ എത്തുന്ന മാക്സിമം നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എടുത്ത് റെപ്സ് ഫിനിഷ് ചെയ്യുക. അതാണ് ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് വാമപ്പും വർക്കൗട്ടുമാണ്. ഓക്കെ, വാമപ്പ് എന്ന് പറയുമ്പോൾ ഏത് വർക്കൗട്ടാണോ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ വർക്കൗട്ട്സ് ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട്, നമുക്ക് എല്ലാം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ട് കാണിച്ചു തരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ഡംബിൾ പ്രസ്, ചെസ്റ്റ് പ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാമപ്പ് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ശരി, നമ്മളിവിടെ ചെയ്യുന്നത് ഏറ്റവും ലൈറ്റസ്റ്റ് വെയിറ്റ് എടുത്ത് ഒരു 6 to 8 റെപ്സ് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽസ് വാം ആവും. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് കൂടുതലെടുത്ത് ഒരു വർക്കിംഗ് സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നതെന്ന് വെച്ചാൽ, വർക്കൗട്ട് എന്നും പറഞ്ഞ് ആദ്യമേ അവരെ കൊണ്ട് പറ്റാത്ത വെയിറ്റ്സ് എടുത്ത് ചെയ്യുക, ഇംപ്രോപ്പർ ഫോമിൽ ചെയ്യുക, ഇഞ്ചുറി ഉണ്ടാക്കി വയ്ക്കുക. അതാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ട്രെയിനറിൻ്റെ അസിസ്റ്റൻസ് കൊണ്ടേ ഒരു വർക്കൗട്ട് ചെയ്യാവും. വീട്ടിൽ ഇരുന്ന് ഹോം വർക്കൗട്ട് അല്ല, ജിമ്മിൽ വന്ന് ഒരു ട്രെയിനറിൻ്റെ കൂടെ വേണം എപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ജോഫിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ഡംബിൾ ഫ്ലൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഡംബിൾ ഫ്ലൈസിൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് 7.5 kgs ആണ്. നമ്മൾ ആദ്യമേ ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ചെയ്തപ്പോൾ വാമപ്പും വർക്കിംഗ് സെറ്റും ചെയ്ത കാരണം നമുക്ക് അത്യാവശ്യം ചെസ്റ്റ് മസിൽസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വാമപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് വെച്ച് പ്രോപ്പർ ഫെയിലിയർ വരെ റെപ്സ് ചെയ്താൽ മതി. ഓക്കെ, ശരി. ഈ വർക്കൗട്ടിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് മസിൽസിനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, അതേപോലെ കോൺട്രാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു വാമപ്പും 2 വർക്കൗട്ടുമാണ്. ഇനി ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട്. അപ്പോൾ അടുത്ത വർക്കൗട്ടുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.